ഏ പത്മപുരസ്കാരങ്ങൾ നൽകുന്നതിനുള്ള ക്രൈറ്റീരിയ ഒക്കെ അടിപൊളി മാറ്റിയല്ല. കൊള്ളാലോ പരിപാടി. എന്റെ അറിവില് കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ ഉള്ള കഴിവിനും മികവിനും അസാധാരണ നേട്ടങ്ങളൊക്കെ കൈവരിച്ച ആളുകൾക്കാണ് പത്മപുരസ്കാരങ്ങൾ നൽകി ആദരിക്കാറുള്ളത്. ഇങ്ങേർക്ക് കൊടുത്തത് ഇപ്പൊ എന്തിനാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. മഹാനായ ശ്രീനാരായണ ഗുരുവിനെയും അവിടുത്തെ ആശയങ്ങളെയും ശ്രീനാരായണീയരെയൊക്കെ ഇത്ര നാൾ കബളിപ്പിച്ചതിനാണോ? ഓ, കേന്ദ്രത്തിന്റെ സ്വന്തം ആളാണല്ലോ, ചിലപ്പോ അതായിരിക്കും. വേറൊരു രസം എന്താന്ന് വെച്ചാല്, ഒരു ഉളുപ്പില്ലാതെ പച്ചനെ മീഡിയയിലൂടെ അല്ലാതെയൊക്കെ വർഗീയത പറയുകയും ഭിന്നിപ്പുണ്ടാക്കുകയും വിഷം തുപ്പുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടത്തിനോ പോലീസിനോ കോടതിക്കോ ഒന്ന് ശാസിക്കാനോ അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകാനോ ഒന്നും കഴിയുന്നില്ല. അതിന് പകരം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കെട്ടിപ്പിടിച്ച് പത്മപുരസ്കാരങ്ങൾ നൽകുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ആക്ച്വലി എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കാനുള്ളത്? വർഗീയത പറയുന്ന, വിഷം തുപ്പുന്ന, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കൊക്കെ രാജ്യം മഹത്തായ അംഗീകാരം നൽകി ആദരിക്കുമെന്നാണോ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ അണ്ണന് പത്മഭൂഷൺ കൊടുക്കുന്നതിന് മുമ്പ് മറ്റേ ചേട്ടത്തിക്ക് പത്മവിഭൂഷൺ നൽകി ആദരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായ? ചേട്ടത്തിന് മനസ്സിലായില്ലേ? വിഷങ്കല. അവർക്കാണല്ലോ ഈ മേഖലയിൽ സീനിയോരിറ്റിയും ഈ പുള്ളിയുടെയൊക്കെ പ്രോ വെർഷനും അവരാണല്ലോ. എന്തായാലും പത്മ പുരസ്കാരത്തെ കുറിച്ച് അണ്ണന് ചിലത് പറയാനുണ്ട്, അതുകൂടി കേട്ടോ. പത്മഭൂഷൺ നല്ല വിലയുണ്ടാണ്. അത് കാശ് കൊടുത്താൽ കിട്ടുന്നത് സാമാനമായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്തം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. പല അവാർഡുകൾക്കും അറിഞ്ഞുണ്ട്, നോന്ന് പറയും. കണ്ടിന്യൂ എന്തൊരു ഉപകാരസ്മരണ മണക്കുന്നുണ്ട്.